ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കെമിസ്ട്രി എക്സാം ആണ്. നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ അലോയ്. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് അലോയ്? നമുക്കറിയാം, അലോയ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 or more elements and one of them should be a metal. Then purpose of making alloy: to increase hardness, to resist corrosion, to modify color and to change chemical reactivity. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കമ്പോണൻസ് ആൻഡ് യൂസസ് ഓഫ് ദി ഫോളോയിങ് അലോയ്സ്. നമുക്ക് 4 അലോയാണ് പഠിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് ബ്രാസ്. ബ്രാസിൻ്റെ കമ്പോണൻസ് കോപ്പർ, സിങ്ക്. ഇറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് യൂട്ടൻസിൽസ്. രണ്ടാമത്തെ അലോയ് ബ്രോൺസ്. ബ്രോൺസിൻ്റെ കമ്പോണൻസ് കോപ്പർ, ടിന്ന്. ഇത് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാച്യു, കോയിൻസ് എക്സെട്ര. മൂന്നാമത്തെ അലോയ് ഡുറാലുമിൻ. ഡുറാലുമിനിലെ കമ്പോണൻസ് കോപ്പർ, അലൂമിനിയം, മാംഗനീസ്, magnesium. It used for making the parts of aeroplane. Then നാലാമത്തെ അലോയ് സോൾഡർ ആണ്. സോൾഡറിന്റെ കമ്പോണന്റ് ലെഡും ടിന്നും. ഇറ്റ് യൂസ്ഡ് ഫോർ സോൾഡറിങ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ റിഫ്രാക്ടറീസ്? റൈറ്റ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ. റിഫ്രാക്ടറീസിന്റെ ഡെഫിനിഷൻ: materials that can withstand very high temperature without softening, melting or deformation. Example, alumina, silica. ഇതിൻ്റെ application, it used as inner lining of boilers, furnaces, etc. Then characteristics of refractories: high refractoriness, low thermal expansion, chemical inertness, less conductivity. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പോളിമർ, മോണോമർ ആൻഡ് പോളിമറൈസേഷൻ. പോളിമറിന്റെ ഡെഫിനിഷൻ: വെരി ലാർജ് മോളിക്യൂൾസ് വിത്ത് ഹൈ മോളിക്കുലാർ മാസ്. മോണോമർ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഇൻ ദി പോളിമർ. Polymerization is the conversion of monomers into polymer. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമോപോളിമർ ആൻഡ് കോപോളിമർ? ഹോമോപോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോമർ. അതിന് എക്സാമ്പിൾ ആണ് പോളിയെത്തീന്, PVC. പോളിയെത്തീൻ്റെ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തീൻ ആണ്. അതുപോലെ തന്നെ PVC, പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. കോപോളിമർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് മോണോമർ. അതിന് എക്സാമ്പിൾ ബേക്കലൈറ്റ്, അതുപോലെ തന്നെ നൈലോൺ 66. ബേക്കലൈറ്റിന്റെ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. നൈലോൺ 66ന്റെ മോണോമേഴ്സ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. ഓക്കെ, ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് നാച്ചുറൽ റബ്ബർ വിത്ത് സൾഫർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ നാനോ മെറ്റീരിയൽസ്. റൈറ്റ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നാനോ മെറ്റീരിയൽസ് ആർ ദി മെറ്റീരിയൽസ് having size in between 1 nanometer to 100 nanometer. Example, carbon nanotube, fullerene. Applications of nanomaterials. Nanomaterials used in catalysis, it used in detection and location of tumors, it used to destroy cancer cell, and it used to make artificial organs. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ.
ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സർക്കുലർ പാത്ത് അറൌണ്ട് ദി ന്യൂക്ലിയസ്. Orbital is the region around the nucleus where the probability of finding electron is maximum. Orbit represents planar motion of electron. That is, orbits are two-dimensional. Orbital represents three-dimensional motion of electrons. Orbits are circular in shape. Different orbitals have different shape. അടുത്ത question. Define chemical bonding and octet rule. Chemical bonding is the attractive force which binds atoms together. Then octet rule, the outermost shell of an atom should contain 8 electrons to attain stability. പത്താമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് 4 നമ്പേഴ്സ് വിച്ച് അഡ്രസ്സസ് ആൻ ഇലക്ട്രോൺ. ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ്സ് ഷെൽ. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് റെപ്രസെന്റ്സ് സബ് ഷെൽ ഓർ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. Its value will be 0 to n minus 1. Third quantum number, magnetic quantum number. It represents orbital. Its value will be minus L to plus L. നാലാമത്തെ quantum number, spin quantum number. It represents spin of electron. Its value will be plus half or minus half. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻസസ് ബിറ്റ്വീൻ ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ലേതർ ഈസിലി വിത്ത് സോപ്പ്. ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഫോം ലേതർ ഈസിലി വിത്ത് സോപ്പ്. സോഫ്റ്റ് വാട്ടർ ഡസ് നോട്ട് കണ്ടെയ്ൻസ് കാൽഷ്യം ആൻഡ് magnesium salts. Hard water contains calcium and magnesium salt. Soft water used for cooking, washing, bathing, etc. Hard water cannot used for cooking, washing, etc. Hard water cannot used for industrial purpose. It form boiler scales and which leads to corrosion of boiler and explosion of boiler. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ പോർട്ടബിൾ വാട്ടർ. വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വിച്ച് ഈസ് സേഫ് ടു ഡ്രിങ്ക്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോർട്ടബിൾ വാട്ടർ. ഇറ്റ് ഷുഡ് ബി ക്ലിയർ, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസോൾവ്ഡ് ഗ്യാസസ്. It should be free from pathogens. And pH of potable water should be around 8. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ മെയിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ. ഇപ്പം സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ്. ദെൻ സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ, വാട്ടർ അലൗഡ് ടു സ്റ്റാൻഡ് to 8 to 10 hours undisturbed to settle down the impurities. Coagulation. Coagulation is the removal of dissolved impurities by adding chemicals. Then filtration, filtering all the impurities present in water. Sterilization is the removal of pathogens. അപ്പോൾ ഈ പിന്നെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനും കൂടി ചോദിക്കും. അപ്പോൾ സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ, അങ്ങനെ ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചു വെക്കാം. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ.
What are the differences between metallic conductors and electrolytic conductors? In metallic conductors, conduction is due to the movement of electrons. Electrolytic conductors, conduction is due to the movement of ions. In metallic conductors, no transfer of matter. In electrolytic conductor, there is transfer of matter. Metallic conductors, there is no chemical change. Electrolytic conductors, chemical change occurs. In metallic conductors, conduction decreases with the increase in temperature, and electrolytic conductors, conduction increases with the increase in temperature. Metallic conductors in example, aluminum, copper, etc. Electrolytic conductor in example ആണ് molten NaCl. Okay. അടുത്തത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. രണ്ട് ലോ ആണുള്ളത്. ഫസ്റ്റ് ലോ, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ്. ദാറ്റ് ഇസ് W proportional to Q. W is the amount of substance deposited or liberated, and Q is the amount of electricity. But Q is equal to I into T. So therefore W equal to Z I T, where I is the current and Z is the constant called electrochemical equivalence, and T is the time. Then Faraday's second law, if equal amount of electricity passes through different electrolytes connected in series, then the amount of substance deposited is directly proportional to their equivalent masses. That is WA proportional to EA, WB proportional to EB. Therefore WA by WB equal to EA by EB. അപ്പോൾ നമുക്ക് ഇലക്ട്രോളിസിസ് വെച്ചിട്ട് ഇക്വലൻ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കൂടിയാണിത്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.